ഇന്ന് 2 പ്രിൻസസ് കട്ട് ബ്ലൗസും ഒരു ബ്ലാക്ക് അനാർക്കലി ആയിരുന്നു തയ്ക്കാനുണ്ടായിരുന്നത്. അതിലൊന്ന് വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയലായിരുന്നു ഇത്. പക്ഷേ വെൽവെറ്റ് അല്ല, അതൊരു ബ്രൊക്കേഡാണ്. അത് പ്രിൻസസ് കട്ടായിരുന്നു തയ്ക്കാനുണ്ടായിരുന്നത്. ബാക്ക് പിന്നെ അത് വെച്ചാണ് ഫ്രണ്ട് കട്ട് ചെയ്യുന്നത്. ബാക്ക് നോർമലായിട്ട് ഒരു 6 ഇഞ്ച് ഇറക്കാൻ മതിയായിരുന്നു നെക്കിന്. ഫ്രണ്ടിലും അതുപോലെ തന്നെ 6 തന്നെ മതിയായിരുന്നു. അതൊരു വണ്ണം കുറഞ്ഞൊരു കുട്ടിയായിരുന്നു. അതിന് സ്കേർട്ടിൻ്റെ കൂടെ ഇടാനായിട്ട് ഉണ്ടായിരുന്നു. ആദ്യം ധാവണിയായിട്ട് എടുക്കാം, പിന്നെ അല്ലാതെ സ്കേർട്ടുമായിട്ട് തന്നെയാണെങ്കിലും ഇടാമല്ലോ. അങ്ങനെയാണ് അവർ ഇറക്കം കുറച്ച് മതിയെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ സ്ലീവ് പഫ് സ്ലീവായിരുന്നു. ഞാൻ ആദ്യം ബാക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ അത് വെച്ച് ഫ്രണ്ട് കട്ട് ചെയ്ത് അങ്ങനെയാണ് ഈ ബ്ലൗസ് വയ്ക്കുന്നത്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ ഒരു കെട്ടും ഉണ്ടായിരുന്നു. ബാക്ക് ഓപ്പൺ ആയിരുന്നു. ഹുക്ക് തന്നെയാണ് എല്ലാ ബ്ലൗസും ഞാൻ കൂടുതലായിട്ട് വയ്ക്കാറുള്ളത്. സിബ് വെച്ച് കഴിയുമ്പം പെട്ടെന്ന് തന്നെ അത് വിട്ടു പോകുന്നതായിട്ട് പറയാനുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനും ഹുക്ക് തന്നെ വയ്ക്കുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് സിബ് വേണമെന്ന് പറയുമ്പോൾ സിബ് വയ്ക്കും. പിന്നെ ഉണ്ടായിരുന്ന ഇത് ഒരു പട്ടോടെ ബ്ലൗസായിരുന്നു. ഇതും അതുപോലെ തന്നെ ബാക്ക് ഓപ്പൺ ആയിരുന്നു. ബാക്കിന് അത്യാവശ്യം ഇറക്കം ഉണ്ടായിരുന്നു. ഇത് സാരി ബ്ലൗസായിട്ട് യൂസ് ചെയ്യാനായിരുന്നു. ഇതും പഫ് സ്ലീവ് വെച്ചിട്ട് തന്നെയാണ്, ബാക്ക് ഓപ്പൺ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വരും. പിന്നെ ഉണ്ടായിരുന്നത് ബ്ലാക്ക് അനാർക്കലിയാണ്. ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.